നെറ്റിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മിനിസ്ട്രി അറ്റ് ദ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള സബ്ജക്റ്റിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. അത് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു. പ്രധാനമായിട്ടും കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം ശുശ്രൂഷയുടെ മുഖത്ത് അവർ സിനഗോഗിലും അതുപോലെ ലീഡേഴ്സായിട്ടല്ലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ സംസാരിച്ചത് അങ്ങനെയാണ്. അവർ മാർക്കറ്റ് പ്ലേസിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ദേ ആർ ഓൾ പ്രൊഫഷണൽസ്, എല്ലാവരും പ്രൊഫഷണൽസ് ആയിരുന്നു എന്ന് പറഞ്ഞു. കൂടാതെ പണി ചെയ്യുന്ന പൗലോസും അതിനോട് ചേർന്നുള്ള അക്വിലാസിൻ്റെയും പ്രിസ്കിലയുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ 12 പേരുടെ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് എടുത്ത് കാണണം. 12 ശിഷ്യന്മാരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എല്ലാവരും എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ വരുമ്പോഴത്തേക്ക് ലിഡിയയുടെ ജീവിതത്തിൽ ലിഡിയ ആയിരുന്നു ആദ്യം ഭവനം തുറന്ന് യൂറോപ്പിലെ സുവിശേഷം എത്തുവാനായിട്ട് ചെന്ന്. പുള്ളിക്കാരി ലിഡിയയുടെ ഭവനത്തിൽ പറഞ്ഞാൽ ഷീ ഈസ് എ ഹോൾസെയിലർ ഓഫ് ഫാബ്രിക്കിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സായിരുന്നു. ഫിലിപ്പിയിലെ തുയേധൈര, ഫിലിപ്പി, ഇവിടെ എല്ലാം തന്നെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോൾസെയിൽ ഡീലറായിരുന്നു. ഡോർക്കാസിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നർ ഗാർമെൻറ്റും അതുപോലെ ഡിസൈനർ ഓഫ് മാനുഫാക്ചർ ഓഫ് ഇന്നർ ഗാർമെൻറ്റ് ഡോർക്കാസ്. അപ്പോസ്തല പ്രവൃത്തി 9:36 മുതൽ 42 വരെയുണ്ട്. നേരത്തെ അക്വിലയും പ്രിസ്കിലയുടെയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനിയും എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനുമായ കന്ദക്ക, ഇൻ ചാർജ് ഓഫ് ദ ട്രഷറി ഓഫ് ദ ക്യൂൻ ഓഫ് എത്യോപ്യ. നോക്കിയ പ്രോമിനൻറ്റ് കിങ്ഡത്തിൻ്റെ ഒരു ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കന്ദക്ക എന്ന് പറയുന്ന. അപ്പോസ്തല പ്രവൃത്തി 8:27 എഴുതിയിട്ടുണ്ട്. ഇനി വേറൊരാളാണ് ബൈബിളിലുള്ള എരസ്തോസ് എന്ന് പറയുന്നത്. റോമർ 16:23 പുള്ളിക്ക് ഹൈ റാങ്കിങ് ആയിരുന്നു, ഭണ്ഡാര വിചാരകൻ, ഗവൺമെൻറ് ഒഫീഷ്യലായിരുന്നു എന്ന് കാണുന്നു. ഇവരെല്ലാം തന്നെ സെക്കുലർ ജോബ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ അവർ വിശ്വാസികളായിരുന്നു, അവർ മാർക്കറ്റ് പ്ലേസിൽ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ യെരുശലേമിൽ ഗ്യാദർ ചെയ്തിരുന്ന ഈ അപ്പോസ്റ്റലന്മാർ അവിടെ പെർസിക്യൂഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഫൊയ്നീഷ്യ, സൈപ്രസ്, കുപ്രോസ്, അന്ത്യോക്യ എന്നിവയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ പോയി. അതെല്ലാം തന്നെ ബിസിനസ് സെൻറ്റേഴ്സ് ആയിരുന്നു. ഈ ഫൊയ്നീഷ്യ, സൈപ്രസ് ആൻഡ് അന്ത്യോക്ക്, ഈ സ്ഥലങ്ങളെല്ലാം ബിസിനസ് സെൻറ്റേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ എഫസോസ് എന്ന് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് എഫസോസിൽ ആയിരുന്നു ശുശ്രൂഷ. അവിടുത്തെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു. എഫസോസിലെ നമുക്കറിയാം, എഫസോസിലെ ആക്ടിവിറ്റി എന്തൊക്കെയാണ്. കൂടുതലും ഡെമണിക് ആക്ടിവിറ്റി ആയിരുന്നു എഫസോസിൽ നടന്നത്. അവിടെ ആർത്തമീസ് എന്ന് പറഞ്ഞ ഒരു ഗോഡസസ് ഉണ്ടായിരുന്നു, ഫെർട്ടിലിറ്റി ഗോഡസസ് എന്നായിരുന്നു പറഞ്ഞത്. അത് ഡയാന എന്നൊക്കെ പറയുന്ന ഒരു ഗോഡസസുമായിട്ടൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19:9 തൊട്ടുള്ള 9 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. പൗലോസിൻ്റെ മിനിസ്ട്രി അവിടെ സിനഗോഗിലല്ല കൺഫൈൻ ചെയ്തതെന്ന് പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള പൈശാചിക ശക്തികൾ ഉള്ള സ്ഥലങ്ങളിലെ മാർക്കറ്റ് പ്ലേസിലായിരുന്നു പൗലോസ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഈ പറഞ്ഞ പോലെ ഒരു എതിർ സംസ്കാരം, ഒരു കൗണ്ടർ കൾച്ചർ, അതിനു വേണ്ടിയുള്ള ഒരു ക്രിയേറ്റ് ചെയ്യാനായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. അല്ലാതെ ഒരു സബ് കൾച്ചർ, ഒരു ഉപസംസ്കാരം ഉണ്ടാക്കാനായിട്ടുള്ളതല്ലായിരുന്നു. സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഉള്ളതിനകത്ത് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന, ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കൾച്ചറാണ്. എന്നാൽ കൗണ്ടർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ആ കൾച്ചറിൻ്റെ വാല്യൂസിനേക്കാൾ ഉപരിയായിട്ട് അതിനെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അത് റൺ ചെയ്യുന്ന വേറൊരു കാര്യം. അതാണ് കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നത്, എതിർ സംസ്കാരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതുകൊണ്ട് എന്താ യേശു പഠിപ്പിക്കുമ്പോൾ എല്ലാം തന്നെ യേശു കറൻറ്റ് ഇഷ്യൂസിലാണ് കൂടുതലും ശ്രദ്ധിച്ചത്. നമുക്ക് മനസ്സിലാവും. സോഷ്യൽ ഇഷ്യൂസ്, റിപ്പയറിങ് ബ്രോക്കൺ റിലേഷൻഷിപ്സ്, ട്രാൻസ്ഫോമിങ് സൊസൈറ്റി, മാരേജിൻ്റെ കാര്യത്തിൽ, ഫാമിലിയുടെ കാര്യത്തിൽ, വർക്കിൻ്റെ കാര്യത്തിൽ, ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ, ഇതെല്ലാം യേശു ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ മിഷനകത്ത് നമ്മൾ മനസ്സിലാവും. അതുതന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായത്തിലെ എല്ലാ പീപ്പിൾ ഗ്രൂപ്പിൽ നിന്നും, എല്ലാ നേഷൻസിൽ നിന്നും കർത്താവിലേക്ക് നടത്തും എന്ന് പറയുന്ന ഭാഗം വെളിപ്പാട് 21:24 മുതൽ 27 വാക്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും അത് തന്നെയായിരുന്നു, ഈ ദൈവരാജ്യം മനുഷ്യരിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം. ഈ ദൈവരാജ്യം മനുഷ്യരിലേക്ക് കൊണ്ടുവരിക. ദൈവരാജ്യത്തെ യേശുക്രിസ്തു ചിത്രീകരിച്ചിരിക്കുന്ന 1-2 വസ്തുതകളുണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലിവൻ, പുളിമാവ് ആണ് ഒന്ന്. രണ്ടാമത് ലൈറ്റ്, വെളിച്ചം. 3 ഉപ്പ്, സോൾട്ട്.
4 സീഡ്, ഇതെല്ലാം സീഡ് എന്ന് പറയുന്ന വിത്ത്, ഇതുമായിട്ട് ദൈവരാജ്യത്തെ കമ്പയർ ചെയ്ത് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെല്ലാം തന്നെ ഫിസിക്കൽ വേൾഡുമായിട്ട് കോണ്ടാക്റ്റ് ആകുമ്പോൾ ഇതെല്ലാം തന്നെ അതിൻ്റെ ഡെസ്റ്റിനി, അതിൻ്റെ ഉദ്ദേശം ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, പുളിമാവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുളിപ്പിക്കും, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യും, വ്യാപിക്കും, ഇൻഫിൽട്രേറ്റ് ചെയ്യും, അല്ലേ? പ്രകാശം അതെന്ത് ചെയ്യും? ലൈറ്റ് അത് ഷൈൻ ചെയ്യും, വേൾഡിൽ ഒന്ന് ഷൈൻ ചെയ്യും. അതുപോലെ സോൾട്ട് എന്ത് ചെയ്യും? സോൾട്ട് രുചി കൊടുക്കും, അല്ലെങ്കിൽ സംരക്ഷിക്കും. സീഡ് എന്ത് ചെയ്യും? സീഡ് അതിൻ്റെ സ്യൂട്ടബിളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വരുമ്പം മുളയ്ക്കും. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഒരു സബ് കൾച്ചർ അല്ല, ഒരു കൗണ്ടർ കൾച്ചറാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ദ മെജോറിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ വലിയ റവല്യൂഷനാണ് എന്നൊക്കെ പറയുന്നത്. ആളുകൾ പറയത്തില്ല യേശുക്രിസ്തു പണ്ടൊരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തു ഒരു മാസ്റ്റർസ്റ്റാറിനാണെന്ന് വരെ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം പാവപ്പെട്ടവരെ സഹായിക്കുന്ന വേറൊരു കൾച്ചറിലേക്ക്, അന്നത്തെ ഫ്യൂഡലിസ്റ്റിക് ഗവൺമെൻറ്റിൻ്റെ വ്യൂസിൽ നിന്ന് എൻ്റർലി വ്യത്യസ്തമായി ദൈവത്തിൻ്റെ നീതി നടപ്പാക്കാനായിട്ടുള്ള പ്രസംഗവും പഠിപ്പിക്കലുമായിരുന്നു യേശുക്രിസ്തു നടത്തിയത്. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക എന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുള്ള അബ്രഹാം, അദ്ദേഹം വലിയ ധനവാനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആടുമാടുകളും വെരി പ്രോസ്പെറസ് ആയിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അന്നേരം ആ വെൽത്തി മാൻ ആയിരുന്നെങ്കിലും ഹി വാസ് മോസ്റ്റ് സക്സസ്ഫുൾ. അതുപോലെ തന്നെയായിരുന്നു ഇയ്യോബിൻ്റെ കാര്യം നമുക്കറിയാം. ഇയ്യോബ് ഒരു വെൽത്തി മാനായിരുന്നു. അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളൊക്കെ വന്നെങ്കിലും അദ്ദേഹം ഒരു വെൽത്തി മാനായിരുന്നതായിട്ട് നമുക്ക് കാണാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലും അതുപോലെ സോഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിലും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഏലി പ്രവാചകൻ, ശാമുവേൽ, ഇവരൊക്കെ തന്നെ ലേവ്യ പാരമ്പര്യത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല ജീവിച്ചത്, അവർക്ക് വേറെ വരുമാനങ്ങളുണ്ടായിരുന്നു. ഇനി ദാവീദിനെ എടുത്തു നോക്കി, ദാവീദിന് എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ആട്ടിടയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയം എന്തായിരുന്നു? ഷെപ്പേഡിങ് ബിസിനസ്സിലുള്ള പരിചയം. അദ്ദേഹം ലയണിനെ കൊല്ലും, ബേറിനെ കൊല്ലും, ഇതൊക്കെയായിരുന്നു. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവനുണ്ടായിരുന്നു. ഇൻ്റഗ്രൽ പാർട്ടായിരുന്നു. ദൈവം അവൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിരുന്നു. അവനെ 1 ശമൂവേൽ 17 അധ്യായമൊക്കെ വായിക്കുമ്പോൾ അറിയാം, ദൈവം അവനെ സഹായിച്ചത് കൊണ്ടാണ് ഇതിനെയൊക്കെ കൊല്ലാൻ പറ്റിയത്. അതുകൊണ്ട് ഷെപ്പേഡിങ് ബിസിനസ്സിൽ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് വന്നു. ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള യുദ്ധം. അന്നേരം അവിടെ വന്നപ്പോഴും ദാവീദിന് അവിടെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്. ദൈവം അവനെ തിരഞ്ഞെടുത്താണ്, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. എന്നാൽ പോലും അവിടെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ദാവീദിനുണ്ട്. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഈവിളായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ചിന്തയുണ്ട് ആളുകൾക്ക്. ഈ ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയും ബിസിനസ്സിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഈവിളാണ്, അത് പ്രോഫിറ്റ്. എന്നാൽ ശരിക്കും ടാക്സൊക്കെ കൊടുത്ത് ശരിക്കും ആരെയും പിടിച്ചു പറിക്കാതെ ഒക്കെ ചെയ്യുന്ന ബിസിനസ് ഇല്ലീഗൽ വേയിലല്ലാതെ ഒരു ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് പാപമൊന്നുമില്ല, അത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഡേവിഡിന് ഒരു റിവാർഡിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. 1 ശമൂവേൽ 17:25 ഇങ്ങനെ പറയുന്നുണ്ട്, ഗോലിയാത്തിനെ കൊല്ലുന്നവന് രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവർ കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഡേവിഡിന് അത് അറിയാമായിരുന്നു. അതിന് ഡേവിഡിന് അവിടെ ഗോലിയാത്തിനെ കൊല്ലുന്ന ഒരു പ്രോഫിറ്റ് മോട്ടീവ് അതിനകത്തുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് നോട്ട് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെപ്പേഡിങ് ബിസിനസ് ആൻഡ് വാർ. ഷെപ്പേഡിങ് ബിസിനസ്സിനകത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബെയറിനെ കൊല്ലുന്നു, സിംഹത്തെ കൊല്ലുന്നു. അതുപോലെ തന്നെ വാറിനകത്തും അവൻ കാരണം എന്താ? ദൈവം അവൻ്റെ പക്ഷത്തുണ്ട്, ദൈവം അവനെ സഹായിക്കാനുണ്ട്, വിക്ടറി ഉണ്ട് എന്ന് അറിയാമായിരുന്നു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രൊഫഷണൽ ട്രെയിനിങ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈവൻ ശൗല് വരെ ഡൗട്ട് ചെയ്തു അവൻ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്ന്. എന്നാൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദാവീദ് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി ആണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ദാവീദിന് പ്രോഫിറ്റ് എയിം ചെയ്തെങ്കിൽ കൂടി ദൈവം അവനെ സഹായിക്കാനുണ്ടായിരുന്നുകൊണ്ട് അവൻ സക്സസ്ഫുള്ളായി എന്നുള്ളതാണ്. അതിൽ ഈ പഴയ നിയമത്തിലുള്ള ഈ ആൾക്കാരെല്ലാം തന്നെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നതനുസരിച്ച് അവർക്ക് അവരുടെ മിനിസ്ട്രിയും അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധ്യമായതായിട്ട് കാണുന്നു. നമ്മൾ പലപ്പോഴും ഇത് 2 കമ്പാർട്ട്മെൻറ്റലായിട്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും
പ്രൊഫഷൻ ഒരിടത്ത് എന്ന് വെച്ചാൽ 6 ദിവസം ജോലി ചെയ്യുന്നു, ആ ജോലി അവിടെ ജോലിക്ക് ഇത് ജീവിക്കാനുള്ള മാർഗമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. എന്നാൽ ഇപ്പുറത്ത് ഒരാഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോകുന്നു, സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാവുന്നു. അങ്ങനെയല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എല്ലാ സമയവും ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ദാറ്റ് ഈസ് ഹിസ് ജോബ് വാസ് ഹിസ് മിനിസ്ട്രി ആൻഡ് ഹിസ് മിനിസ്ട്രി വാസ് ഹിസ് ജോബ്. രണ്ടും ഒന്നായിരിക്കണം എന്നുള്ളത്. യുദ്ധം ചെയ്യുന്ന ദാവീദും ഗോലിയാത്തും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിനകത്തുള്ള ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം ഗോലിയാത്ത് വന്ന് ഗോലിയാത്തിൻ്റെ ദൈവങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് വരുന്നത്. ദാവീദ് പറയുന്നു തിരിച്ച് അതുപോലെ യഹോവയായ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ ഈ 2 പേരും അവരുടെ ദൈവങ്ങളെ വിളിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് വരുന്നത്. അതും പ്രത്യേക ശ്രദ്ധേയമാണ്. അന്നേരം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാർ ബിറ്റ്വീൻ എ ഈവിൾ വേൾഡ് ആൻഡ് സ്പിരിച്വൽ വേൾഡ്, അങ്ങനെ ഒരു വാറാണ് അവിടെ നടന്നത്. ഒരു എന്തായാലും നിഴല് പോലെ അങ്ങനൊരു വാറാണ് നടന്നത്. അന്നേരം ഇവിടെ ഒന്നും ഈ വാറിനകത്ത് ദാവീദ് ആകെ ഉപയോഗിച്ച് നമുക്കറിയാം ഒരു കല്ല് ആണ് ഉപയോഗിച്ചത്. ആ കല്ലുകൊണ്ട് ദാവീദിന് ജയിക്കാൻ കഴിഞ്ഞത് ദാവീദിൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവം സഹായിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇന്നും ഈ മാർക്കറ്റ് പ്ലേസിൽ നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ കഴിവുകൊണ്ടല്ല ഇതൊക്കെ നടക്കേണ്ടത്. ദൈവം നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴേ ദൈവം സൃഷ്ടിച്ചതാണ് ഇതെല്ലാം, ഈ മാർക്കറ്റ് പ്ലേസിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മളവിടെ ഇൻവോൾവ് ചെയ്യുമ്പോഴേ നമ്മുടെ ശുശ്രൂഷ ഏറ്റവും പരമപ്രധാനമാണ് എന്ന് നമ്മൾ മറന്നു വരുന്നു. ഇന്ന് ഇങ്ങനെയുള്ള ആളുകൾ മാർക്കറ്റ് പ്ലേസിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പിശാച് അത് ജയമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളിങ്ങനെ ഒരു സെപ്പറേഷൻ വെച്ചിരിക്കുക. ശുശ്രൂഷ ചെയ്യാനൊക്കെ ഉള്ളവരെല്ലാം ഡീക്കൻസ് ആയിരിക്കണം, പ്രെസ്ബിറ്റേറിയൻസ് ആയിരിക്കണം, അങ്ങനെയുള്ളവരെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ മച്ച് ആക്ടിവിറ്റി, ഇന്ന് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി മാർക്കറ്റ് പ്ലേസിൽ നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇന്ന് മാർക്കറ്റ് പ്ലേസിൽ പ്രവർത്തിക്കാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ജോസഫ്, മോസസ്, ജോബ്, ഗിദെയോന്, ദാവീദ്, ഡാനിയൽ, എസ്തർ, ഏലിയ, പീറ്റർ, പോള്, ബർന്നബാസ്, പിന്നെ ഇങ്ങനെ ഇത്തിരി പേര് ബൈബിളിൽ പറയുന്ന എല്ലാവരും, ഇവരെല്ലാം തന്നെ മാർക്കറ്റ് പ്ലേസിൽ ഇൻവോൾവ് ചെയ്തവരാണ്. അവർക്ക് പേടിയായിരുന്നു. ആർക്കാണ്? ഡെവിളിന് പേടിയായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെവിളിക് ആക്ടിവിറ്റി കുറയ്ക്കുകയും കിങ്ഡം എക്സ്പാൻഷൻ നടത്തുകയും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റോമൻ ശതാധിപനായിരുന്ന മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ റോമൻ ശതാധിപൻ അവന് കർത്താവിൻ്റെ ഒരു സെർവൻ്റായി, കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു. എങ്ങനെയാണ്? അവന് ശുശ്രൂഷ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു, ഒരു ശതാധിപനായിരുന്നു. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഇസ്രായേൽ കൂടെ ഇത്രയും വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. ഒരു ജെൻറ്റൈൽ മാർക്കറ്റ് ലീഡർ, അത്രയും വലിയൊരു ഫെയ്ത്ത്. അതുകൊണ്ട് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത്, ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്, ഇന്ന് ഈ ശുശ്രൂഷയിൽ, ബിസിനസ്സിൽ, എഡ്യൂക്കേഷനിൽ, ഗവൺമെൻറ് ലീഡേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇന്ന് ഈ ചർച്ചിൻ്റെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആകുന്നു. യേശുക്രിസ്തു പറഞ്ഞത് മത്തായി 12:28 ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് പ്രസൻറ്റ്. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. അതുപോലെ ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം, ദാറ്റ് ഈസ് ഇമിനൻറ്റ്, പ്രസൻറ്റ്, കണ്ടിന്യൂസ്. മർക്കോസ് 9:1 പറയുന്നതാണ് ദൈവരാജ്യ ശക്തിയോട് വരുന്ന കാണുവോളം. അതുപോലെ മത്തായി 26:29, മത്തായി 14:25 പിതാവിൻ്റെ രാജ്യം അത് ഫ്യൂച്ചറായിട്ട് പറയുന്നു. അപ്പോഴേ ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം വന്നുകൊണ്ടിരിക്കുന്നു, ദൈവരാജ്യം ഇനിയും പൂർണ്ണമായിട്ട് നിങ്ങളുടെ അരികിൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവരാജ്യത്തിലേക്ക് ആളുകളെ നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം.
ദാറ്റ് മീൻസ് ചർച്ച് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഇന്ന് ആളുകളെ സഭയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതൊരു ബിൽഡിംഗ് ആണ്. ഇൻസ്റ്റഡ് അവരെ ഇന്ന് ദൈവരാജ്യത്തിലേക്ക് നടത്താനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ചർച്ച് എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്, ഒരു മൂവ്മെൻ്റാണ്. മൂവ്മെൻ്റായിട്ട് തുടങ്ങിയ സഭ ഒരു മോണിമെൻ്റായി തീർന്നു, ഒരു സ്മാരകമായിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പല സഭകളിലും ഇന്ന് ജീവനില്ല, അതൊരു സ്മാരകമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 4 വാളിലുള്ളൊരു സഭയൊക്കെ ഉപരിയായിട്ട് ആ 4 വാളിന് പുറത്തായിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു സ്ഥാപനം ആണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ മിനിസ്ട്രി അറ്റ് ദ മാർക്കറ്റ് പ്ലേസ്. അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതുകൂടെ പറഞ്ഞ് ഇനി അല്പസമയം എടുത്താലും അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്കുണ്ട്. ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഏതെങ്കിലും ജോലിയോ ഏതെങ്കിലും ബിസിനസ്സോ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക, ദാറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് യു. ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന ഒന്നാണ്. എംബ്രേസ് ദാറ്റ് സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ അങ്ങ് ഇഴുകിച്ചേരുക. കാരണം യു ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. നിങ്ങൾ വിശ്വസ്തരായിരിക്കണമല്ലോ. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ഓൾവേസ് ഡിറ്റർമിൻസ് ദ ആൾട്ടിറ്റ്യൂഡ്. മനോഭാവം എപ്പോഴും ഉയരത്തെ തീരുമാനിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ സിസ്റ്റത്തിലായിക്കൊണ്ട് ആ സിസ്റ്റത്തെ കർത്താവെ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന, അപൂർണമായിട്ടുള്ള ഇംപെർഫെക്ഷനിലുള്ള ഈ സിസ്റ്റത്തെ കർത്താവെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള വലിയ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാകുക. അത് ഹൃദയത്തിലുണ്ടായാൽ അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം വലിയൊരു മിറക്കിള് അതിൽ കൂടി വരുത്തും എന്ന് മനസ്സിലാക്കുക. എസ്തേറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എസ്തേർ രാജ്ഞി ഇസ്രായേൽ മക്കൾക്ക് വലിയൊരു വിടുതൽ നടത്തുവാനായി ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവൾ പ്രവർത്തിച്ചതിനാൽ ഹാമാൻ മരിക്കുക മാത്രമല്ല ഇസ്രായേലിനെ ഡെലിവർ ചെയ്യാനും അവൾക്ക് സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് എംബ്രേസ് ദ സിസ്റ്റം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ദാറ്റ് മീൻസ് ആ എംബ്രേസ് ദ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ അതിൽ ഫെയ്ത്ത്ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് പറയാനുള്ളത് ഇംപ്രൂവ് ദ സിസ്റ്റം. അതിനെ ഒന്ന് നന്നാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അത് ശ്രമിക്കാനായിട്ട് അത് നിങ്ങൾക്കൊരു പ്രാർത്ഥനയും ഒരു ഡിസയറും ഉണ്ടായാൽ മാത്രം മതി. നിങ്ങളവിടെ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ളവരും വിശ്വസ്തരായിരിക്കും. നിങ്ങളവിടെ സത്യസന്ധത കാണിക്കുന്നതിന് നിങ്ങളുടെ കീഴിലുള്ളവരും വിശ്വസ്തരായിരിക്കും. എന്താണ് നിങ്ങളുടെ പ്രധാന ഉദ്ദേശം? ബ്രിങ് ദ കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യം നിങ്ങളുടെ ജോലിയിലേക്ക്, നിങ്ങളുടെ മാർക്കറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ജോബിനെ നിങ്ങൾ ബ്ലെസ് ചെയ്യുക. എംബ്രേസ് ഇറ്റ് ആൻഡ് ബ്രിങ് ദ പവർ ഓഫ് ഗോഡ് ടു ദ ഏരിയാസ് വിച്ച് റിക്വയർ മിറക്കിൾസ്. ദൈവത്തിൻ്റെ ശക്തി ഇന്ന് അവിടെ വ്യാപരിക്കുവാനായിട്ട് അവിടത്തേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അതെങ്ങനെയാണ്? നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾ വിശ്വസ്തരാകുകയും നിങ്ങൾ സത്യവാന്മാരാകുകയും ചെയ്യും. അതുപോലെ തന്നെ ആ പ്രാർത്ഥനയോടുകൂടി ദൈവശക്തിയോടുകൂടി നിങ്ങൾ ആ വെളിച്ചങ്ങളായിട്ട് അവിടെ പ്രകാശിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ, നിങ്ങൾ ബിസിനസ്സായാലും നിങ്ങൾ ഗവൺമെൻറ് ഒഫീഷ്യലായാലും നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്യുന്ന IT ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും അവിടെയൊക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ആദിമസഭയിൽ അവർ ചെയ്ത പോലെ യു ഷുഡ് ബി പ്രൊഫഷണൽ ഇൻ ദ മേക്കിംഗ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് നമ്മൾ പ്രൊഫഷണലായി തീരുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ മിനിസ്ട്രി അറ്റ് ദ മാർക്കറ്റ് പ്ലേസ്. അതാണ് മാർക്കറ്റ് പ്ലേസിലുള്ള ശുശ്രൂഷ. ഞാൻ ഈ 2 സെഷനായിട്ട് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പാർട്ടീഷൻ നടത്തി ഒരു മൂലയ്ക്കിരിക്കാനല്ല. 6 ദിവസവും വർക്ക് ചെയ്തു, 7-ാം ദിവസം ദൈവത്തിനുള്ളത് അത് ഫുൾ ടൈം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതല്ല. 24/7 നമ്മൾ ഉണ്ടാലും ഉടുത്താലും എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ആയിത്തീരത്തക്ക രീതിയിൽ 24/7 ദൈവത്തിന് വേണ്ടി കൊടുക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിൽ പിശാചിൻ്റെ ചങ്ങലകളെ പൊട്ടിക്കുവാനായിട്ട് ആ ഡെവിള് ആയിരിക്കുന്ന ആ സിറ്റുവേഷനിലെല്ലാം അതിനെ മൗനമാക്കി അതിനെ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ ഫെയ്ത്ത്ഫുൾനെസ് അതിൽ വന്നു ചേരുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ശക്തി അതിൽ എംബ്രേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെല്ലാം മിറക്കിൾസ് നടക്കും. അവിടെല്ലാം ദൈവരാജ്യം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമോ? അതിന് ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവം വലിയൊരു അനുഗ്രഹങ്ങൾ
നമുക്ക് തരും. ദൈവം നമുക്ക് വലിയൊരു വിടുതൽ തരും. എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ ശക്തിയിൽ നിറയുവാനായി ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവെ, ദൈവത്തിൻ്റെ ശക്തി നിറയുന്ന ഒരു പ്രഭാഷണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിലായാലും അവിടെയൊക്കെ ദൈവത്തെ സാക്ഷിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് ചിലർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമല്ലല്ലോ. ദൈവത്തിൻ്റെ രാജ്യം എല്ലായിടവും ചെല്ലണം. കർത്താവെ, ദൈവത്തിൻ്റെ രാജ്യം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി പൂർണ്ണതയിൽ അത് വരും. ദൈവമേ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടുകൂടി നിൻ്റെ വചനം കർത്താവെ വരികയും അത് കർത്താവെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവെ, ഇന്ന് പലപ്പോഴും ഈ സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. പിശാച് അവിടെയൊക്കെ ജയമെടുക്കുകയാണ്. എന്നാൽ അവിടെയൊക്കെ കർത്താവെ ആ സിസ്റ്റത്തെ ഞങ്ങൾ എംബ്രേസ് ചെയ്തുകൊണ്ട് കർത്താവ് വിശ്വസ്തയോടെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുവാനായിട്ട് ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. ജോലിയിലെ കർത്താവെ ചില പ്രയാസങ്ങൾ ഉള്ള വ്യക്തികളെ ഇന്ന് കാണിച്ചു തരുന്നു. പ്രൊമോഷനൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നു. കർത്താവെ, ചില പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ദൈവമേ, അവരെ പിരിച്ചുവിടുമോ എന്നുള്ള പേടിയിൽ തന്നെ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവമേ, നിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അതെല്ലാ പ്രയാസങ്ങളും മാറി എല്ലാ സ്വസ്ഥതയിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനം അവർ കാണുവാനായിട്ട് ഇന്ന് ഈ രാത്രികാലം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയും അവിടെ കർത്താവെ തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പേപ്പറുകളും മാറി കർത്താവെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം അവിടെ കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുവാനായിട്ട് ആ വ്യക്തികളെ അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ഈ രാത്രികാലം അനുഗ്രഹിക്കുന്ന ഓർത്ത സ്തോത്രം. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ നമ്പറിലേക്ക് അയക്കണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുമല്ലോ. വിശ്വാസത്തിൽ വേല ചെയ്യുക എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിത് പറഞ്ഞത്. ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഡിഫറെൻ്റ് ആംഗിളാണ് പറഞ്ഞത്. ഇനി ഒരു സെഷനൂടെ നമ്മളിത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അവസാനിപ്പിക്കും. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കും.